ഹലോ. ക്ലോത്തിങ് ബിസിനസ് ഓൺലൈനിൽ നല്ല രീതിയിൽ ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൺലൈൻ റെഡിമെയ്ഡ് ക്ലോത്തിങ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. എങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി നല്ല സെയിൽ നിങ്ങളുടെ ക്ലോത്തിങ് ബിസിനസ്സിനെ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസ് ബൈയിങ് ആണ്. നമുക്ക് ആ ഒരു കസ്റ്റമർക്ക്, ആ ബയ്യർക്ക് പെട്ടെന്ന് ആ ഒരു മോഡൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത്, വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്ത് അവിടെ പെട്ടെന്ന് സെയിൽ നടക്കും. ഒരുപാട് ഫോളോ അപ്പോ കാര്യങ്ങളോ കസ്റ്റമറുടെ പുറകെ നടക്കുകയൊന്നും വേണ്ട. ക്ലോത്തിങ്ങിൻ്റെ ഫാഷൻ പ്രൊഡക്റ്റുകളുടെ മൊത്തത്തിലൊരു പ്രത്യേകത അതാണ്. ക്ലോത്തിങ് നല്ല രീതിയിൽ ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. എങ്ങനെ നമുക്ക് നല്ലോണം ഓർഡർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം ഓൺലൈൻ വഴി? ഇതാണ് ഒരു ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരാൾ തുടക്കം മുതലേ ചിന്തിക്കേണ്ടത്. ക്ലോത്തിങ്ങിൽ സെയിലിലാണ് എല്ലാം ഇരിക്കുന്നത്. നിങ്ങളുടെ ലോഗോയോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളോ ഇതിലൊന്നും അല്ല കാര്യം. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലാണ്. സെയിൽ നടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ബിസിനസ് സർവൈവ് ചെയ്ത് കൊണ്ടുപോകാനും അതേപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുള്ളൂ. രണ്ടിനും സെയിൽ കൂടിയേ തീരും, പ്രത്യേകിച്ച് സ്മോൾ ബിസിനസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് സെയിൽ ജനറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണിത്. എല്ലാം കാർഡടച്ച് വിൽക്കാനായിട്ട് നോക്കും. അതായത് എല്ലാ കാറ്റഗറിയിലും ഇവർ സെല്ല് ചെയ്യാനായിട്ട് നോക്കും. ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു നീഷിൽ, ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കാതെ എല്ലാം പിടിക്കാനായിട്ട് നോക്കും. ഇപ്പോൾ വുമൺസ് ക്ലോത്തിങ് എന്നാണെങ്കിൽ അവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ചുരിദാർ, കുറച്ച് നൈറ്റി, കുറച്ച് മറ്റ് ഡിസൈനർ കളക്ഷൻസ്, അതുപോലെ തന്നെ ന്യൂ മോഡൽസ്, മറ്റ് ടീനേജേഴ്സിൻ്റെ കളക്ഷൻസ്, ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സ്. അപ്പോൾ എല്ലാ കാറ്റഗറിയിലും ഇവർ പിടിക്കുകയാണ്. ഇവരുടെ ലോജിക്ക് വർക്കാവണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരെയും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിൽ നിന്നും നമുക്ക് സെയിൽ കിട്ടും. പക്ഷേ ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റലിന് എതിരാണ് ഈ പ്രവൃത്തി. പ്രത്യേകിച്ച് നിങ്ങൾ ചെറിയ സ്മോൾ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിക്കുക, അവിടെ നിൽക്കുക, ചാടരുത്. ഓരോ ദിവസവും കിടന്ന് ചാടിക്കളിക്കരുത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഷോപ്പ് പുറത്തുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിന് വേണ്ടിയിട്ട് ഒരു സെഗ്മെൻറ്റ് മാത്രം മാറ്റി വെക്കുക. അപ്പോൾ ലേഡീസിൻ്റെ കുർത്തി ആണെങ്കിൽ കുർത്തി മാത്രം നിങ്ങൾ സെല്ല് ചെയ്യുക. സാരി ആണെങ്കിൽ സാരിയുടെ ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ സെല്ല് ചെയ്യുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ ധാരാളം കളക്ഷൻ ഉണ്ടാവും. നിങ്ങളെ പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല. ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, കളക്ഷൻ ഒരുപാട് ഉണ്ടായാലാണ് നമുക്ക് സെയിൽ നടക്കുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ആ സെഗ്മെൻറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ടാവും. പിന്നെ നമ്മളുടെ ബ്രാൻഡ് ഓൺലൈനിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലെല്ലാം അതിനു വേണ്ടി മാത്രം അറിയപ്പെടുന്നൊരു സംഗതിയായിട്ട് മാറും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു പർട്ടിക്കുലർ കസ്റ്റമേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ന ഏജിലുള്ള ഇത്ര ഇതിലുള്ള ആളുകളാണ് എൻ്റെ കസ്റ്റമറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ബിസിനസ് എപ്പോഴും സിമ്പിളാക്കി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും സിമ്പിൾ ബിസിനസ്സുകളിൽ നിന്നാണ് നമുക്ക് നല്ല വരുമാനം വന്നത്. ബിസിനസ് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പാടില്ല. ലോക പ്രശസ്ത ഇൻവെസ്റ്ററായിട്ടുള്ള വാരൻ ബഫറ്റ്, പുള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് മനസ്സിലാവുന്ന, എൻ്റെ ഒരു ആവറേജ് ബ്രെയിൻ വെച്ചിട്ട് മനസ്സിലാവുന്ന ബിസിനസ്സുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. പുള്ളിയുടെ ആ ഒരു കാൽക്കുലേഷൻ കറക്റ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിൾ ബിസിനസ് ആകുമ്പോൾ അത് റൺ ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ കാൽക്കുലേഷൻസ് പെട്ടെന്ന് മനസ്സിലാവും, ഓപ്പറേഷൻസ് ഈസി ആയിരിക്കും, കസ്റ്റമേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവും ഇതെന്ത് സാധനം ഇവർ വിൽക്കണമെന്നുള്ളത്, ഇവരെന്തിനാണ് സ്റ്റാൻഡ് ചെയ്യണമെന്നുള്ളത്. എപ്പോഴും സിമ്പിൾ ബിസിനസ്സുകളാണ് നല്ല രീതിയിൽ ത്രൈവ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ ക്ലോത്തിങ്ങിൻ്റെ എന്തൊക്കെ വെറൈറ്റി ഉണ്ടോ, എന്തൊക്കെ കാറ്റഗറി ഉണ്ടോ, അതെല്ലാം എടുത്തിട്ട് വിൽക്കാൻ നോക്കരുത്. ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിക്കുക. ടീനേജേഴ്സിൻ്റെ ആണെങ്കിൽ ടീനേജ് ഗേൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ടോപ്പ് കാര്യങ്ങൾ, അതേപോലെ ഫാസ്റ്റ് ഫാഷൻ എന്താണോ, നിങ്ങൾ ആ സെഗ്മെൻറ്റ് എന്താണോ അത് മാത്രം പിടിക്കുക. ഫോർമൽ എൻവയോൺമെൻറ്റിൽ വിൽക്കാൻ പറ്റുന്ന ഡ്രസ്സാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം, ഓഫീസിൽ പോകുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഷർട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിച്ച് അവിടെ നിൽക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ലെജൻസ് എഴുതിയേക്കണ ബുക്സുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റലിൽ പെട്ടതാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നല്ല രീതിയിൽ ത്രൈവ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാത്തിലും ഉപരി നിങ്ങളുടെ ബിസിനസ് വളരെ സിമ്പിളായിരിക്കും. ഒരു സെഗ്മെൻറ്റ് മാത്രം നിങ്ങൾ പിടിച്ചു നോക്കി, കസ്റ്റമറെ വളരെ എളുപ്പത്തിൽ, കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് ഒരുപാട് കളക്ഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുണ്ടാവും, അതിലേതെങ്കിലും ഒരെണ്ണം സെയിലും ആവും.
എന്നാൽ എല്ലാത്തിനും കുറേശ്ശെ പിടിക്കാൻ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും കളക്ഷൻ ഇല്ലാണ്ട് വരും. ടീനേജേഴ്സ് വരുമ്പോൾ അവർക്കുള്ള കളക്ഷൻ ഇല്ല. ഓഫീസിൽ പോകുന്ന ഒരു ഫോർമൽ എൻവയോൺമെൻറ്റിൽ അതിനുള്ള കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ വന്ന് തിരിച്ചു പോകും. എത്നിക് വെയറുകൾ അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ വരാൻ നേരത്ത് അവർക്ക് കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു. മെറ്റേണിറ്റി ക്ലോത്തിങ്ങും കാര്യങ്ങളുമാണ് സെല് ചെയ്യണമെങ്കിൽ അവർ വരാൻ നേരത്ത് അവർക്ക് വേണ്ട കളക്ഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോകുന്നു. പറയുമ്പോൾ എല്ലാം നിങ്ങളുടെ അടുത്തുണ്ട്, പക്ഷേ ഒന്നിനും വേണ്ട കളക്ഷൻ ഇല്ല. അതായത് ഒരു വിഭാഗം ഒരു സെഗ്മെൻറ്റിലുള്ള കസ്റ്റമറെയും തൃപ്തിപ്പെടുത്താൻ പറ്റാതെ എല്ലാവരും മടങ്ങിപ്പോകുന്നു. ഇതുകൊണ്ടാണ് പലപ്പോഴും ഓൺലൈനിലെല്ലാം പരസ്യം ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. അധികം ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കണം ഫേസ്ബുക്കിൽ ആ ബട്ടൺ ഞെക്കണോ ഈ ബട്ടൺ ഞെക്കണോ. മാർക്കറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ പഠിക്കാതെ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥായിയായിട്ടുള്ള എന്നും സ്ഥിരമായിട്ട് ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും. സ്ഥിരമായിട്ട് അത് 10 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ, 20 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ, 100 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ. അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നതിനെയാണ് ഫണ്ടമെൻ്റൽ എന്ന് പറയുള്ളൂ. അത് എപ്പോഴും കിടന്ന് ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കില്ല. അതെന്ത് ടെക്നോളജി മാറി മറിഞ്ഞ് വന്നാലും. മനസ്സിലായില്ലോ? അപ്പോൾ അത് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ് ചാടി കയറിയിട്ടുള്ള പരസ്യങ്ങളല്ല കൊടുക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിക്കുക എന്നുള്ളതാണ് നമ്പർ 1 റൂള്. അതിനുശേഷമാണ് കാര്യങ്ങൾ എളുപ്പമായിട്ട്. സാരി ആണെങ്കിൽ സാരി മാത്രം വിറ്റാൽ മതി. ഇപ്പോൾ ചിലരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പിടിച്ചില്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കുറച്ച് കസ്റ്റമറെ അതിന് വേണ്ടിയിട്ടുള്ള മാത്രം എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ മനസ്സിലാക്കും, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഭവമാണ്. അതിൻ്റെ ഒരു 1% പോലും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര പ്രയാസമാണ്. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള 99.9% ആളുകളും നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി അറിഞ്ഞില്ല എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല. ആ 0.1% തന്നെ $1 ബില്യൺ ബിസിനസ്. അപ്പോൾ ഈ ചെറിയ ബിസിനസ് റൺ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് തീർന്നു പോകുമെന്നുള്ള ചിന്ത വെറും മണ്ടത്തരാണ്. തുടക്കക്കാരായിട്ടുള്ള ബിസിനസ് ഓണേഴ്സാണ് അധിക സമയം മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെഗ്മെൻറ്റ് പിടിക്കുക. ഇപ്പം നിലവിൽ നിങ്ങൾ എല്ലാ സെഗ്മെൻറ്റും റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ ചെയ്യുന്ന ടൈമിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അത് യൂസ് ചെയ്തിട്ട് സെയിൽ വാട്സപ്പിൽ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നേരത്തെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിക്കാം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ഓർഡറുകൾ കിട്ടും. കസ്റ്റമറുടെ തലയിൽ ഒരു പൊസിഷൻ നമുക്ക് കിട്ടും. നമ്മുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് മാത്രം സെല്ല് ചെയ്യുന്നു. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നാലാണ് നമുക്ക് ആ ഒരു പൊസിഷൻ കിട്ടുള്ളൂ. മാർക്കറ്റിങ്ങിൽ പൊസിഷനിങ് എന്നാണ് അതിന് പറയുക. കസ്റ്റമറുടെ തലയിൽ കയറി പറ്റുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ന്യൂ കളക്ഷൻ വരാൻ നേരത്ത് കസ്റ്റമേഴ്സിന് ഇത് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. കസ്റ്റമറുടെ മനസ്സിൽ നമ്മളുടെ ആ വാട്സപ്പ് മെസ്സേജ് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളുടെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളും അതിൻ്റെ ടാഗ് ലൈനും വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഫോർമൽ ഷർട്ടുകൾ മാത്രം വിൽക്കുന്നവരാണ്. ഇന്ന ഏജിലുള്ളവർക്കുള്ള ടോപ്പ് മാത്രം സെല്ല് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് പ്രത്യേകം ആ കസ്റ്റമറുടെ മൈൻഡിലൊരു പൊസിഷൻ കിട്ടുകയാണ്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിന്നാലാണ് നമുക്ക് കിട്ടുള്ളൂ. ഇതാദ്യം നിങ്ങൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരസ്യങ്ങൾ ചെയ്യേണ്ടതും റീടാർഗറ്റിങ്ങും മറ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് മറ്റ് ആഡ്സോ എന്താണെങ്കിലും അത് യൂസ് ചെയ്യേണ്ടത് ഫണ്ടമെൻ്റലി ക്ലിയർ ആക്കിയതിന് ശേഷം. ബിസിനസ് എപ്പോഴും സിമ്പിളാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തരക്കേടില്ലാത്ത വിലക്ക് വിൽക്കാൻ പറ്റുന്നതായിരിക്കണം. എപ്പോഴും പ്രൈസ് കോമ്പറ്റീഷൻ നമ്മൾ നടത്താൻ നിൽക്കരുത്. പ്രൈസ് വാറുകളെല്ലാം തന്നെ നിങ്ങളുടെ മാർജിൻ കുറച്ച് കളയണ സംഗതിയാണ്. മാർജിൻ തീരെ ഉണ്ടാവില്ല. സെയിൽ നടന്നിട്ട് കാര്യമില്ല. ചിലവർ പറയാം സെയിലിൻ്റെ വോളിയം കൂടുതലാണ്, പക്ഷേ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് ബാക്കി കയ്യിൽ എന്തുണ്ടെന്നുള്ള ചോദ്യം. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓവർ അല്ല, ലെഫ്റ്റ് ഓവറാണ്. എല്ലാ മാർക്കറ്റിംഗ് സ്കോളേഴ്സും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റതിനെ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. വർഷങ്ങളോളം എന്താ പറയുക ഈ ടേൺ ഓവർ മാത്രം നോക്കി ലാഭമില്ലെങ്കിലും പ്രശ്നമല്ല. അവർക്ക് പല സ്റ്റാർട്ടപ്പുകൾക്കും ഇപ്പോഴും അറിയില്ല എങ്ങനെ അത് പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്യണമെന്ന്. ഫണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ അങ്ങനെ പോകും. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയുണ്ട്. ഏത് പോയിന്റിലാണ് അവരുടെ എക്സ്റ്റേണൽ ഫണ്ടിങ്ങിൻ്റെ സോഴ്സ് ഡെഡ് ആവുന്നത് അതോടുകൂടി അത് പൂട്ടിക്കെട്ടി പോകേണ്ടതായിട്ട് വരും. ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ് ഡേ 1 മുതൽ പ്രോഫിറ്റിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 5 ഇറക്കി കഴിഞ്ഞാൽ 10 കിട്ടണം. അപ്പോൾ എക്സ്പെൻസ് മറ്റ് ചവറുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം 3 ബാക്കിയുണ്ട്. ഇതാണ് ബിസിനസ്. അപ്പോൾ തരക്കേടില്ലാത്ത വിലക്ക് വിൽക്കാൻ പറ്റുന്നതായിരിക്കണം. ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ. ചീപ്പ് ക്വാളിറ്റി വിറ്റാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കസ്റ്റമർ റിറ്റൻഷൻ നമുക്ക് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. ഒരു തവണ ആളുകൾ വാങ്ങിക്കും, രണ്ടാമത് വരില്ല. അപ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ
നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തരക്കേടില്ലാതെ നല്ല വിലക്ക് മാന്യമായിട്ടുള്ള ലാഭം എടുത്ത് സെല്ല് ചെയ്യാൻ പറ്റുന്നതിൽ സ്റ്റാർട്ട് ചെയ്യണം. അവിടെയാണ് കറക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു സെയിൽ നടക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവും, അതിൽ ലാഭമുണ്ട്. നമുക്ക് വെറുതെ വോളിയം കയറ്റിയിട്ട് കാര്യമില്ലല്ലോ. സെയിൽസ് ഇത്ര എണ്ണം സെയിൽ നടന്നു എന്ന് പറയണതിലല്ല, ആ നടക്കുന്ന ഓരോ സെയിലിലും നമുക്ക് മാന്യമായിട്ടുള്ള ലാഭം കിട്ടണം. എന്നാലാണ് ബിസിനസ്സിൽ സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാഭം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ്. കുറേ ഗവൺമെൻറ്റും ഉണ്ടാവും, കുറേ നിങ്ങളുടെ എംപ്ലോയീസും ഉണ്ടാവും, കുറേ സപ്ലയേഴ്സും ഉണ്ടാവും. അവ നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ലാഭമാണ്. അപ്പോൾ തരക്കേടില്ലാത്ത ലാഭമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക. മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.